നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഗുഡ് ഫ്രൈഡേ. കാൽവരിക്കുന്നിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. യേശു കുരിശ് ചുമന്ന് കാൽവരിക്കുന്നിലേക്ക് സ്വയം മരണത്തിലേക്ക് നടന്നെടുത്തത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. മാനവകുലത്തിന്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത യേശു മുൾക്കിരീടം ചൂടിയതും ചാട്ടവാറടിയേറ്റതും 136 കിലോയോളം തൂക്കമുണ്ടായിരുന്ന കുരിശ് സ്വയം തോളിലേറ്റി ഗാഗുൽത്ത മലയിൽ നിന്നും തുടങ്ങിയ യാതനകളുടെ ഭാരം വഹിച്ചതും എല്ലാം മാനവർക്ക് വേണ്ടിയായിരുന്നു. ഇന്നും യേശു കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ കറ മായാതെ കിടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അനന്തരഫലം വലിയൊരു നന്മയായി മാറുകയായിരുന്നു. അങ്ങനെ കാൽവരിയിലെ യേശു ജീവാർപ്പണം ചെയ്ത ദിവസം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. യേശുവിനെ കുരിശിലേറ്റിയ ദിവസം പക്ഷേ നമുക്ക് ദുഃഖവെള്ളിയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഭാഷാപരമായി വരുന്ന പൊരുത്തക്കേടുകൾ എപ്പോഴെങ്കിലും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഗുഡ് ഫ്രൈഡേ ആചരിച്ചു തുടങ്ങിയത്. ഗോഡ്സ് ഫ്രൈഡേ അഥവാ ദൈവത്തിൻ്റെ ദിനം എന്ന പേരിൽ നിന്നാണ് ഗുഡ് ഫ്രൈഡേ ഉത്ഭവിച്ചത്. ഹോളി ഫ്രൈഡേ അഥവാ വിശുദ്ധ വെള്ളി, ഗ്രേറ്റ് ഫ്രൈഡേ വലിയ വെള്ളി, ഈസ്റ്റർ ഫ്രൈഡേ ഈസ്റ്റർ വെള്ളി എന്നിങ്ങനെയും പല രാജ്യങ്ങളിലായി ഇംഗ്ലീഷിൽ ഇവ അറിയപ്പെടുന്നു. ഇവയിൽ അമേരിക്കയടക്കം ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിച്ച് വരുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. കുരിശിൽ യേശു സഹിച്ചത് പീഡകങ്ങളെങ്കിലും അവയുടെ എല്ലാം അനന്തരഫലം മാനവരാശിയുടെ രക്ഷ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കുരിശുമരണം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്നും മറ്റും അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ ആയാലും ദുഃഖവെള്ളിയായാലും കുരിശിലൂടെ മാനവ സമൂഹം രക്ഷ പ്രാപിച്ച ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. പാപത്തിനു മേൽ നന്മ വിജയിച്ച ദിവസം എന്നും ഈ ദിനത്തെ പറയാറുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.